ലൈംഗിക അതിക്രമ കേസിൽ പ്രതി ചേർക്കപ്പെട്ട എം മുകേഷ് എംഎൽഎക്ക് ഇന്ന് നിർണായകം. മുൻകൂർ ജാമ്യാപേക്ഷയിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും. നടൻ ഇടവേള ബാബു, ലോയേഴ്സ് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് BS ചന്ദ്രശേഖരൻ എന്നിവരുടെ മുൻകൂർ ജാമ്യ ഹർജിയിലും കോടതി ഉത്തരവ് ഇന്നുണ്ടാകും. രാവിലെ 11 മണിക്കാണ് കോടതി 3 മുൻകൂർ ജാമ്യാപേക്ഷകളും പരിഗണിക്കുന്നത്. സെയ്ഫുന്നിസ അലിയാറാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സെയ്ഫുന്നിസ, എന്തായാലും മുകേഷിന്റെ കാര്യത്തിൽ ഇന്ന് വളരെയധികം നിർണായകമായൊരു ദിവസമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും കോടതി വിശദമായ വാദം കേട്ടിരുന്നു. ആ സമയത്തൊക്കെ പ്രോസിക്യൂഷനും പ്രതിഭാഗവും എന്തൊക്കെയാണ് കോടതിയിൽ ഉന്നയിച്ചിരുന്ന വാദങ്ങൾ? ഗുഡ് മോർണിംഗ് തുളസി. എം മുകേഷ് MLAക്ക് ഇന്ന് വളരെ നിർണായകമായ ദിവസമാണ്. ആലുവയിലെ നടി നൽകിയിരിക്കുന്ന ലൈംഗിക അതിക്രമ പരാതിയിൽ മുൻകൂർ ജാമ്യം തേടി കഴിഞ്ഞയാഴ്ചയാണ് എം മുകേഷ് MLA കോടതിയെ സമീപിച്ചത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയായിരുന്നു സമീപിച്ചത്. അതിന് തൊട്ട് മുൻപ് ദിവസം കൊച്ചിയിലെത്തി അതീവ രഹസ്യമായി അഭിഭാഷകനെ കണ്ട് കൂടിക്കാഴ്ച നടത്തുകയും തൻ്റെ കയ്യിലുള്ള തെളിവുകൾ കൈമാറുകയും ചെയ്തു. ഇതിൽ പ്രധാനമായും മുകേഷ് MLA കോടതിയിൽ പറഞ്ഞിരിക്കുന്ന വാദം എന്ന് പറയുന്നത് ഈ നടിയുടെ പരാതി വ്യാജമാണ്, കെട്ടിച്ചമച്ചതാണ്, പണം വാങ്ങുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നടത്തിയ ആരോപണമാണ്. അതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു പരാതി ഉയർന്നു വന്നതും ഈ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നതും. ഈ ആരോപണം ഉന്നയിക്കുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് പോലും പണം ആവശ്യപ്പെട്ട് തൻ്റെ മൊബൈൽ ഫോണിലേക്ക് ഈ യുവതിയുടെ മെസ്സേജ് എത്തിയിരുന്നു എന്നും മൊബൈൽ സംഭാഷണങ്ങൾ തെളിവാണ് എന്നുമൊക്കെയാണ് മുകേഷിൻ്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത്. എന്നാൽ അന്വേഷണത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിലുള്ള ഒരു കേസ് മാത്രമാണ് ഇതെന്നും ഈ ഘട്ടത്തിൽ മുൻകൂർ ജാമ്യം നൽകുന്നത് കേസന്വേഷണത്തെ പൂർണ്ണമായും ബാധിക്കും എന്നുമാണ് അഭിഭാഷകൻ പ്രോസിക്യൂഷൻ വാദിച്ചത്. അതായത് കേസിൻ്റെ ഈ പ്രതി വളരെയധികം സ്വാധീനമുള്ള ഒരാളാണ്, MLA ആണ്. അതുകൊണ്ട് തന്നെ ഈ കേസിനെ വളരെ ഏറെ ഘട്ടത്തിൽ ഇത് സ്വാധീനിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഇങ്ങനെ ഒരു മുൻകൂർ ജാമ്യവുമായി മുന്നോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കരുത് എന്നുള്ള ആവശ്യമാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. ഇത് കൂടാതെ തന്നെ നടൻ ഇടവേള ബാബുവിൻ്റെ മുൻകൂർ ജാമ്യ ഹർജിയിലും ഇന്ന് കോടതി വിധി പറയും. രാവിലെ 11 മണിക്കാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഈ 2 കേസിലും ഒപ്പം തന്നെ ലോയേഴ്സ് കോൺഗ്രസ് നേതാവ് BS ചന്ദ്രശേഖരനെതിരായ കേസിലും വിധി പറയുക. നടൻ മണിയമ്പിള്ള രാജുവിനെതിരായ കേസ് നേരത്തെ കോടതിയുടെ പരിഗണനയിൽ വന്നിരുന്നു. പക്ഷേ അത് സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ വിടാവുന്ന കേസായിരുന്നു. അതായത് നിലവിലുള്ള എല്ലാ കേസുകളും, അതായത് ഈ സംഭവം നടന്ന ഏത് വർഷമാണോ ആ വർഷത്തിൽ ഏത് നിയമമാണോ ഉണ്ടായിരുന്നത്, ക്രിമിനൽ നിയമമാണോ ഉണ്ടായിരുന്നത്, ആ ക്രിമിനൽ നിയമത്തിനനുസരിച്ചാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുതന്നെ മണിയമ്പിള്ള രാജുവിൻ്റെ കേസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാവുന്ന കേസായിരുന്നു. ക്ഷമിക്കണം, മുകേഷിൻ്റെയും ഒപ്പം തന്നെ ഇടവേള ബാബുവിൻ്റെയും ലോയേഴ്സ് കോൺഗ്രസ് നേതാവ് BS ചന്ദ്രശേഖരൻ്റെയും കേസുകളിലാണ് ഇന്ന് കോടതി വിധി പറയുക. അന്വേഷണത്തിൻ്റെ ഇനി അങ്ങോട്ടുള്ള നീക്കങ്ങൾക്കൊക്കെ ഏറെ നിർണായകമാകുന്ന ഒരു ദിവസം കൂടിയാണെന്ന്. കാരണം മുകേഷിനെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല, അറസ്റ്റ് നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടില്ല. ഒരു കേസിൽ പ്രതി മുൻകൂർ ജാമ്യം തേടുകയാണെങ്കിൽ അതിൽ തീരുമാനം, അതായത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ അതിൽ തീരുമാനം വരുന്നത് വരെ അന്വേഷണ സംഘം കാത്തിരിക്കാറാണ് പതിവുള്ളത്. അതുതന്നെയാണ് മുകേഷിൻ്റെ കേസിലും. നിലവിൽ ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയാണ് എങ്കിൽ മുകേഷിനെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് അയക്കാനും അറസ്റ്റ് നടപടികളിലേക്കൊക്കെ പ്രത്യേക അന്വേഷണ സംഘം കടക്കാനുള്ള സാധ്യതയുമുണ്ട്.